ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹി അമ്മാ ബഅദ്. സൂറത്തു ത്വാഹ 61, 62, 63 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഖാല ലഹും മൂസാ. ഖാല എന്ന പദം കഴിഞ്ഞ ധാരാളം വചനങ്ങളിൽ കഴിഞ്ഞുപോയൊരു പദമാണ്. ഖാഫ് ഇസ്തിഅലാന്റെ ഹർഫാണ്. അതിന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം എന്നതറിയാം. അതോടൊപ്പം ഷിദ്ദത്തിൻ്റെ അക്ഷരമാണത്. ഹുറൂഫ് ഷിദ്ദയിൽപ്പെട്ടതാണ്. അജിദ്, ഖത്തിൻ, ബക്കത്ത്, ഹംസ, ജീം, ദാൽ, ഖാഫ്, ത, ബ, കാഫ്, ത ഈ 8 അക്ഷരങ്ങളാണ് ഹുറൂഫ് ഷിദ്ദ. ഇതിൽ പ്രധാനമാണ് ഖാഫ്. അപ്പോൾ ഖവിയായ സിഫത്തുകളുള്ള അക്ഷരമാണ് ഖാഫ്. അഖ്സൽ ലിസാനാണ് അതിൻ്റെ മഖ്റജ്. അതുകൊണ്ട് തന്നെ കടുപ്പത്തോടെ ശ്രദ്ധിച്ചുകൊണ്ട് കൃത്യമായി മഖ്റജിൽ നിന്ന് ഈ ഖാഫ് ഉച്ചരിക്കുവാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം ഉണ്ടാകും. ഇസ്തിഅലാന്റെ ഹർഫുകൾക്കൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഖാല ഖാല എന്നാൽ ചുണ്ട് പൂട്ടി അല്ലെങ്കിൽ ഒരു ഒകാര ശബ്ദം നൽകി ഖോല എന്നൊന്നും പറയണ്ട. ചുണ്ടിൻ്റെ സ്വാധീനം തഫ്ഖീമിൽ ഉണ്ടാവുകയില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഖാല ലഹും മൂസ. സാക്കിനത്ത മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം മിസ്ലൈനി സഗീർ, ഇദ്ഗാം ഷഫവി എന്നൊക്കെ അതിന് പേര് നൽകാം. ഖാല ലഹും മൂസ വൈലക്കും ലാ തഫ്തറൂ. വൈലക്കും സാക്കിനത്ത മീമും ശേഷം ലാമും ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കുക. വൈലക്കും ലാ തഫ്തറൂ. ലാ തഫ്തറൂ എന്നതിൽ റാഇന് തഫ്ഖീമുണ്ട്. സ്വരഭാരത്തോടെ റാ ഉച്ചരിക്കുക. ലാ തഫ്തറൂ അലല്ലാഹി. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയിലെ ലാമിന് തഫ്ഖീമാണ്, തടിപ്പിക്കണം ലാമിനെ. അലല്ലാഹി കദിബ കദിബൻ ഫയുസ്ഹിതകും ബിഅദാബ്. കദിബൻ എന്നതിലെ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കേണ്ടതാണ്. കദിബൻ ഫയുസ്ഹിതകും ഫയുസ്ഹിതകും ബിഅദാബ്. സക്കിൻ തമീം ശേഷം ബാ. ഇത് ഇഖ്ഫാ നൽകിക്കൊണ്ട് ഇഖ്ഫാ ഷഫവിയാണ് അവിടെ. ഇഖ്ഫാ ഷഫവി എന്ന് പറയുമ്പോൾ അതിന് അവ്യക്തമായി മീം ഉച്ചരിക്കുക എന്ന് പറയുമ്പോൾ ചുണ്ട് അല്പം പരത്തി വെക്കുക എന്നത് മാത്രമേ ആവശ്യമുള്ളൂ. മറിച്ച് വിടവ് നൽകിക്കൊണ്ട് ഫയുസ്ഹിതകും എന്ന് പറയേണ്ടതില്ല. ചുണ്ട് കൂട്ടി വെച്ച് തന്നെയാണ് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഫയുസ്ഹിതകും ബിഅദാബ്. അന്ത്യത്തിൽ ബായിൽ വഖഫ് ചെയ്യുമ്പോൾ ഖൽഖല കുബ്ര വരുന്നു. ബിഅദാബ് എന്ന് വ്യക്തമായി സുക്കൂൻ കേൾപ്പിച്ചുകൊണ്ട് ഹറക്കത്ത് പോലെ ഉച്ചരിക്കണം. വഖദ് ഖാബ മൻ ഇഫ്തറാ. വഖദ് ഖാഫിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. തഫ്ഖീം ചെയ്യേണ്ട അക്ഷരം. ദാലിന് സുക്കൂനുണ്ട്, ഖൽഖല സുഗ്റ നൽകി. വഖദ് ഖാബ. ഖാ ഇസ്തിഅലാന്റെ ഹർഫാണ്. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ഖാബ മൻ ഇഫ്തറാ. മൻ ഇഫ്തറാ. റാഇനും അലിഫിനും തഫ്ഖീമാണ്, സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. മൻ ഇഫ്തറാ. അപ്പോൾ ഇതുവരെ തഫ്ഖീമിൻ്റെ അക്ഷരങ്ങൾ നാം വേറെ പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി. അല്ലാത്ത എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ ഹർഫുകളായതിനാൽ തർക്കീഖ് ചെയ്യണമെന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. താരതമ്യേന തഫ്ഖീമിൻ്റെ അക്ഷരങ്ങൾ കുറവാകുമ്പോൾ അത് വേറെ തന്നെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഫതനാസഉ അംറഹും. ഇതിൽ അംറഹും എന്നതിലെ സാക്കിനത്തെ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കാൻ ശ്രദ്ധിക്കുക. റാഇന് തഫ്ഖീം കൊടുക്കുക. ഫതനാസഉ എന്നതിലെ വാവിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അതിന് ദീർഘം നൽകണം. ഫതനാസഉ അംറഹും. ഐൻ തൊണ്ടയുടെ മധ്യമാണ്, ഹൽഖിയ അക്ഷരമാണ്. ഹ നേരത്തെ കഴിഞ്ഞു. ഫയുസ്ഹിതകും. ഈ ഹാവും ഐനും ഒക്കെയും ഒരേ മഖ്റജാണ്.
പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളാണ്. എല്ലാ ഹർഫും കൃത്യമായി മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാം വേറെ വേറെ പറയാറില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടവ പ്രത്യേകം സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അംറഹും എന്ന് പറയുമ്പോൾ റാഇ തഫ്ഖീം ചെയ്യണം, സൂചിപ്പിച്ചു. അംറഹും ബൈനഹും സാക്കിനത്തായ മീമും ശേഷം ബാവുമാണ്. ഇവിടെ മീമിന് മുകളിൽ സുക്കൂൻ എഴുതാത്തത് പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കൂ. മീമിനെ ഇഖ്ഫ ചെയ്യണം എന്നതുകൊണ്ടാണത്. ഇഖ്ഫ ഷഫവിയാണ്, നേരത്തെ വന്നു. ഫയസ്ഹിതകും ബിഅദാബ്, അതേ ഹുക്മ തന്നെ ഇവിടെയും. മീമ് അല്പം ചുണ്ടുകൾ അമർത്തി വെക്കാതെ പരത്തി വെച്ചുകൊണ്ട്, ചുണ്ട് ടച്ച് ചെയ്തുകൊണ്ട് തന്നെ പരസ്പരം പൂട്ടി വെച്ച് തന്നെ ഉച്ചരിക്കുക. അംറഹും ബൈനഹും വഅസറു, ബൈനഹും വ, അവിടെ ഇൽഹാർ ഷഫവിയാണ്, മീമിനെ ഇൽഹാർ ചെയ്യണം. വാവ് ശേഷമുള്ളതുകൊണ്ട് സൂക്ഷ്മത വേണം, കാരണം മീമ് അവ്യക്തമായി പോകാൻ കൂടുതൽ സാധ്യതയുണ്ട്. രണ്ടും ഷഫവി അക്ഷരങ്ങളായതാണ് ഇതിന് കാരണം. ബൈനഹും വഅസറു എന്ന് വ്യക്തമായി ഉച്ചരിക്കുക. വഅസറുൻ നജ്വ, റായിന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് റായിനെ ഉച്ചരിക്കുക. അന്നജ്വ ഷദ്ദുള്ള നൂനിനെ മണിക്കണം. ജീമിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. അന്നജ്വ. ഖാലൂ ഇൻ ഹാദാനി, ഖാലൂ എന്നതിലെ വാവിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4 5 ഹറക്കത്തിൻ്റെ അളവിൽ ആ ദീർഘം നൽകണം. ഇൻ ഹാദാനി സാക്കിനത്തായ നൂനിന് ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. ഇൻ ഹാദാനി ലസാഹിറാനി, ലസാഹിറാനി, റായിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം. ഇതിലുള്ള 2 അലിഫുകളും നാം ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. ലസാഹിറാനി, സ എന്ന് പറയുമ്പോൾ തർക്കീഖാണ്. സീനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും തർക്കീഖ് ചെയ്യുന്നു. അലിഫിലും തർക്കീഖ്, എന്നാൽ റായിനും അലിഫിനും തഫ്ഖീം. അപ്പോൾ ഈ അലിഫുകൾ തഫ്ഖീമിൻ്റെ അക്ഷരത്തെയാണ് ദീർഘിപ്പിക്കുന്നതെങ്കിൽ അലിഫിന് തഫ്ഖീം, തർക്കീഖിൻ്റെ അക്ഷരത്തെ ദീർഘിപ്പിക്കുമ്പോൾ അലിഫിന് തർക്കീഖ്. ഇത് ഉച്ചാരണത്തിൽ വേർതിരിയണം. ലസാഹിറാനി യുരീദാനി അൻ യുഖ്രിജാകും, അൻ എന്നതിലെ സാക്കിനത്തായ നൂനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് യായിലേക്ക് ഭാഗികമായി ലയിപ്പിച്ച് മണിക്കണം. അൻ യുഖ്രിജാകും, ഖാഇന് തഫ്ഖീമുണ്ട്, നിസ്ബിയായ തഫ്ഖീം, ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്, സുക്കൂനാണ് എന്നതുകൊണ്ട് അല്പം തഫ്ഖീമും അതിന് വരുന്നു. യുഖ്രിജാകും മിൻ, മീമിനെ ശേഷമുള്ള മീമിൽ ലയിപ്പിക്കുന്നു, നേരത്തെ വന്നതുപോലെ. ഖാല ലഹും മൂസ പറഞ്ഞപ്പോഴുള്ള അതേ ഹുക്മ തന്നെ. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈനി സഗീർ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ മുത്തമാസിലൈനി സഗീർ എന്നും പറയാം. മിൻ അർദികും സാക്കിനത്തായ നൂനും ശേഷം ഹംസയും ഇൽഹാർ ഷഫവി മണിക്കാതെ നൂനിനെ വെളിവാക്കുക. അർദികും റായിന് തഫ്ഖീം, ദ്വാദിന് തഫ്ഖീം. ദ്വാദിന് കസ്റ ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമേ വരികയുള്ളൂ. മിൻ അർദികും ബിസിഹ്രിഹിമ, സാക്കിനത്തായ മീമും ശേഷം ബാവുമാണ്, മീമും ബാവും. ഇവിടെ ഇഖ്ഫ ഷഫവി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മീമിന് സുക്കൂൻ എഴുതിയില്ല എന്നത് ശ്രദ്ധിച്ചുവല്ലോ. ഇദ്ഗാമിൻ്റെയും ഇഖ്ഫായിൻ്റെയും സന്ദർഭത്തിലൊന്നും അക്ഷരങ്ങൾക്ക് സുക്കൂൻ എഴുതുകയില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. മിൻ അർദികും ബിസിഹ്രിഹിമ വയദ്ഹബ, നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും എന്നതാണ് മഖ്റജ്. അത് വയദ്ഹബ എന്ന് ജായ പോലെയോ ഒന്നും ആയി പോവാതെ സൂക്ഷിക്കുക. വയദ് റഖാവ ഉള്ള അക്ഷരമാണ്. ഷിദ്ദത്തിൻ്റെ വിപരീതമായ എല്ലാ അക്ഷരങ്ങൾക്കും റഖാവയാണ്. ഇതിനിടക്ക് ലിൻ ഉമർ എന്നവക്ക് ബൈനിയ ഉണ്ടാകും. അല്ലാത്ത എല്ലാ അക്ഷരങ്ങൾക്കും റഖാവ ലൂസാക്കി ഉച്ചരിക്കുക. വയദ്ഹബ ബിത്വരീഖതികുമുൽ മുസ്ല, ത്വരീഖതികും, താഹ് ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്, ഇത്ബാഖിൻ്റെ അക്ഷരമാണ്, ഖവിയായ സിഫാത്തുകളുള്ള ഷിദ്ദത്തിൻ്റെ അക്ഷരമാണ്. അതുപോലെ ഖാഫ് ഇസ്തിഅലാൻ്റെ ഹർഫാണ്, ഷിദ്ദത്തുണ്ട്. ബിത്വരീഖതികും രണ്ടും തഫ്ഖീം ചെയ്യണം എന്നർത്ഥം.
അല്ല, പൂർണ്ണമായ തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കുക. ബിത്വരീഖതികുമുൽ മുസ്ല അൽ മുസ്ല. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. قال لهم موسى ويلكم لا تفتروا على الله كذبا فيسحتكم بعذاب وقد خاب من افترى. فتنازعوا أمرهم بينهم وأسروا النجوى قالوا إن هذان لساحران يريدان أن يخرجاكم من أرضكم بسحرهما ويذهبا بطريقتكم المثلى